പറഞ്ഞാൽ ഒന്നാം യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു. നാലാം നാൾ 14 12-ാം നാൾ ഉല്ലാസ 12 വരെ ഉള്ളൂ. ഇപ്പൊ 4 എത്തിയതേ ഉള്ളൂ. ഞാനതല്ല ചോദിച്ചത് 14-ാം തീയതി എന്ത് പ്രത്യേകത അവിടെ? 14-ാം തീയതി എന്ത് പ്രത്യേകത? 14-ാം തീയതി 4-ാം നാളെന്ന് പറഞ്ഞാ 4-ന്റെ ഇപ്പുറത്ത് 1 ഇടുമ്പോ 14. അയ്യാ ബെസ്റ്റ്. ഇതിന്റെ പ്രായത്തിന് പാടാൻ പറ്റിയ പാട്ട്. എന്ത് കല്യാണം കഴിഞ്ഞ് 3 വർഷമായി, 25 വയസ്സായി. 4-ാം നാൾ കളിക്കല്ലേ നല്ല ടീച്ചയ. ഇന്ന് 14 ആണോ? അല്ലേ? ഇന്ന് 14 ആണ്. അതിനിപ്പോ ആയിക്കോട്ടെ. എനിക്ക് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? 14 ആയത് എന്റെ കുറ്റോ? സോറി. എന്താണ് അതാ കട്ടിയില്ലാത്തൊരു കടലാസ്. ബസ് ടിക്കറ്റ് ആണ്. എവിടെ പോയാ? ഞാൻ അറിയാണ്ട് എവിടെ പോയാ? ഇതിനൊക്കെ എങ്ങനെ? ഇതാണ് കറണ്ട് ബില്ല്. ഞാൻ നിന്റെ എത്ര പ്രാവശ്യം പറഞ്ഞു ഈ സാധനം കണ്ടാ തിരിച്ചറിഞ്ഞോളി. എനിക്ക് വേണ്ടാത്ത കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. എന്തിനും ചൂടാവണാ? ഇന്ന് 14-ാം തീയതിയാണ്. ആണെന്ന് ചെയ്യാൻ പറഞ്ഞല്ല. അല്ലാതെ നിനക്ക് ബോധ്യമില്ല. ആണ്. ഈ 14-ാം തീയതി ആണോ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്? ഞാൻ മറന്നുപോയി ചായ. എന്ത് പറഞ്ഞാലും മറന്നുപോയി. ഞാൻ നിന്റെ പ്രത്യേകിച്ച് പറഞ്ഞാൽ 13-ാം തീയതി എന്നെ ഓർമ്മിപ്പിക്കണം. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങേണ്ടതാണ്. ഇപ്പൊ എന്തിനു കറി വയ്ക്കുന്നത് പറഞ്ഞ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കുഞ്ഞിക്കും, അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അല്ലെങ്കിൽ വെള്ളരിക്ക അങ്ങോട്ടും ഇങ്ങോട്ട് തട്ട പെട്ടെന്ന് വെറ്റും. അപ്പൊ ഒരു കറിയും വെക്കട്ടെ. ഞാൻ പറഞ്ഞ കഴിഞ്ഞു. ഞാൻ നിന്റെ പറഞ്ഞ 13-ാം തീയതി എന്നെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞ 14-ാം തീയതി രാവിലെ സ്കൂളിൽ പോകുന്ന നേരത്തെ 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങണം. അവിടെ പോയി ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി കറണ്ട് ബില്ല് അടച്ചിട്ട് വേണം എനിക്ക് സ്കൂളിൽ പോകുന്നത് ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്ന് പറഞ്ഞ ഞാൻ മറന്നുപോയി പറഞ്ഞില്ല. ഇപ്പൊ ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റും? മറന്നുപോയിട്ടല്ലേ. സ്കൂളിലോട്ട് പോകുമ്പോ അടച്ചിട്ട് പോണോ? ഇനിയിപ്പോ എന്താ കുഴപ്പം? സ്കൂളിലോട്ട് പോകുമ്പോ അടച്ചിട്ട് പോകുന്ന 14-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഉള്ള ദിവസം നീ എപ്പോഴെങ്കിലും നീ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവിടെ പോയിട്ടുണ്ട്? അതിന്റെ മുമ്പിലൂടെ എന്ത് എടി സകല ആളുകൾ എന്ന് പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് അന്നത്തെ ദിവസം രാവിലെയാണ് ഇത് അടയ്ക്കാൻ വേണ്ടി വരുന്നത്. നമ്മൾ മിക്കപ്പോഴും അങ്ങനെയല്ലേ പോണേ. അതുകൊണ്ടാണ് നിന്നെ പറഞ്ഞ 13-ാം തീയതി എന്നെ ഇത് ഓർമ്മിപ്പിക്കണമെന്ന്. ഞാൻ ഇനി ഇത്രയും ക്യൂ അതിൽ നിന്ന് ഇത് അടച്ചിട്ട് ഞാൻ എപ്പോഴാണ് ഇത് പോണം? മറന്നുപോയി. നീ എന്തിവിടെ ഉത്തരവാദിത്തം? മുല മറിക്കാണ് നീ ഇവിടെ കിടന്ന്. രാവിലെ 2 ഇഡ്ഡലി ഉണ്ടാക്കും, ഉച്ചയ്ക്ക് ചാലും ചോറ്. അത് ഞാൻ ഇല്ല ഉണ്ണാൻ. വൈകുന്നേരം എന്തെങ്കിലും 2 ദോശ അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും സാധനം. ഇത്രയും തന്നെയല്ല നീ ഉണ്ടാക്കണത്. അല്ല നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? ഈ 14-ാം തീയതി എന്ന് പറഞ്ഞൊരു സാധനമെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു വെച്ചൂടെ നിനക്ക്? ഇനി ഞാൻ പോയി അടച്ച് സ്കൂളിൽ എപ്പോഴെത്തണം? അപ്പൊ ഈ പറഞ്ഞതാണ് പ്രശ്നം അല്ലേ? ഞാൻ എപ്പോഴത്തെ പിന്നെ സ്കൂളിൽ വൈകി എത്തി ആകാശം അങ്ങോട്ട് മൊത്തം ഇടിച്ചടിക്കാൻ അപ്പൊ ശരിയോ? ടോമി സാറല്ലേ? അയ്യോ ഇച്ചാന്റെ ഇപ്പഴാ സ്കൂളിലേക്ക് പോയി. ആണോ? അയ്യോ എനിക്ക് ടോമി സാറിനെ കണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ എന്റെ അടുത്ത് പറഞ്ഞ? ഞാൻ പറയാം. നീ ഒരു കാര്യം ചെയ്യ്, ഇതങ്ങ് കൊടുത്താ മതി. എന്തോന്ന് കൊടുക്കാൻ? വാ പറയാം. വാ ഇരിക്കും. എങ്ങനെയാടി നീ വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ പകലിരിക്കണേ? എപ്പോഴും ഇരിക്കത്തില്ല, ചില സമയത്ത് കഴിഞ്ഞിട്ട് നടക്കാറുണ്ട്. ഓ തമാശ. പിന്നെ അല്ലാണ്ട്
ഇച്ചാൻ രാവിലെ സ്കൂളിൽ പോയി ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, ഇരുന്നല്ലേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഉദ്ദേശിച്ചത് നീ വീട്ടിൽ ഇങ്ങനെ കുത്തിയിരിക്കാതെ വല്ല ജോലിക്കും പൊയ്ക്കൂടേനാ. ഞാൻ PSC പരീക്ഷ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഉടനെ എനിക്ക് ജോലിയും കിട്ടും. നിന്റെ PSC പരീക്ഷയ്ക്ക് ഇവിടെ നാട് മുഴുവൻ പാട്ടാണ്. എന്തോന്ന് പാട്ട്? അല്ല, ഈ PSC പരീക്ഷ ഇങ്ങനെ എഴുതി എഴുതി നീ ഇത് പറയാനാണോ ഇപ്പൊ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നേ? ഇല്ലേ, എന്റെ രതീഷേട്ടനെ ടോമി ചേട്ടന് കൊടുക്കാൻ വേണ്ടി തന്നതാ. ഓഫീസിൽ എന്തോ ഇതാണെന്ന് തോന്നുന്നു. എന്തിനാ റോസാപ്പൂ കൊണ്ട് നടക്കണേ? കൊടുക്കാനാ? ഇത് എനിക്ക് രാവിലെ ഒരാൾ തന്നതാ. ആര്? നീ പഠിക്കുന്ന സമയത്ത് നിനക്ക് ഇത്തിരി ചുറ്റിക്കളിയൊക്കെ ഉള്ളേ. ഇത് മോശമാണ് കേട്ടാ. ഞാൻ പഠിക്കില്ല. ഇത് അതൊന്നും അല്ല. പിന്നെ ഇത് രതീഷേട്ടൻ തന്നതാ. രതീഷ് നിന്റെ ഭർത്താവല്ലേ? ഭർത്താവ് റോസാപ്പൂ വരുന്നേ? എടി, ഇന്ന് എത്ര തീയതി? ഇന്ന് 14-ാം തീയതി കറണ്ട് ബിൽ അടയ്ക്കേണ്ട അവസാനത്തെ ഡേറ്റ്. അയ്യോ, എനിക്കറിയാം. ഇപ്പൊ കറണ്ട് ബിൽ അടയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഡേറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് വഴക്കും കൂടിയിട്ട് പിച്ച ഇറങ്ങി പോയതേ. അതൊക്കെയല്ലേ അറിയാവുള്ളൂ. ഓ എടി മന്ദബുദ്ധി, നീ ഏത് ലോകത്ത് ജീവിക്കണേ? ഇന്ന് ഫെബ്രുവരി 14. ഫെബ്രുവരി 14-ാം തീയതി കറണ്ട് ബിൽ അടയ്ക്കേണ്ട അവസാന ഡേറ്റ്. ഇപ്പൊ എന്താ കുഴപ്പം? എടി, ഇന്നാണ് വാലന്റൈൻസ് ഡേ. പ്രണയിക്കുന്നവർക്കുള്ള ദിവസം. അയ്യോ, കറക്റ്റാണ്. ഞാനും മറന്നിച്ചാനും മറന്ന്. ആണാ? അയ്യോ, സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലായിരുന്നേ. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പം രതീഷേട്ടൻ ഈ പൂ മേടിച്ചോണ്ട് വന്നിട്ടേ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ, അതിനെന്തിനാ ഞാൻ ചിരിക്കുന്നേ? അല്ല, ഒന്നുമില്ല. അല്ല, രാവിലെ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പൂ കൊണ്ട് തന്നപ്പോഴേ എനിക്കങ്ങ് എന്തോ പോലെ. ഒരു 10 രൂപയുടെ പൂ കിട്ടിയാണോ ഇത്ര നാണം? അയ്യോ, ഇങ്ങനെ നാണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങ് സഹിച്ചു. 10 രൂപയുടെ പൂവാണെങ്കിലും. ഇന്നേ ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിനക്ക് വാലന്റൈൻസ് ഡേ ആണെന്ന് മനസ്സിലായത്. അയ്യോ, ഇതൊക്കെ ആരോർത്ത് വെച്ചോണ്ടിരിക്കുന്നേ? സ്നേഹമുള്ള ഭർത്താക്കന്മാരാണ് ഇതെല്ലാം നോക്കും. എടാ, നിന്റെ ഇച്ചായൻ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു പൂവെങ്കിലും തന്നാ? അതെല്ലാം പോട്ട് ഒന്ന് വിഷെങ്കിലും ചെയ്താ. എന്നിട്ടാണ് അവളെ എന്നെ കുറ്റം പറയണത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. എനിക്ക് കുടിക്കൂടെ? എനിക്ക് ദാഹിക്കണേ. ഐശ്വര്യ ചെല്ലേ, കൊറേ തിരക്കുണ്ടാവില്ലേ? എനിക്ക് അടുക്കളയിൽ കൊറേ പണിയുണ്ടേ. അയ്യോ, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. നീ പാചകമൊക്കെ പഠിച്ചല്ലേ? പാചകം ബെസ്റ്റ്. പഠിക്കാതിരിക്കുന്ന ഇതൊക്കെ സിമ്പിൾ അല്ലേ? സിമ്പിളൊക്കെ തന്നെ. പക്ഷെ നീ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോ നീ അടുക്കളയിൽ പോലും കയറത്തില്ലായിരുന്നല്ലോ. അടുക്കളയിൽ ഇറങ്ങാൻ നേരമില്ല. അതുകൊണ്ട് അവിടെ ഒരു വിഷമം പോലെ നിനക്ക്? അങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് ഓരോന്ന് വെച്ചിട്ടൊക്കെ പഠിച്ചെന്ന് ഞാൻ പറയുമായിരുന്നേ. 3 നേരം എന്തെങ്കിലും കഴിക്കണ്ടേ? എന്നാലും നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്. എന്ത് വിഷമം? ഒരു വിഷമവുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആരുടെ ജീവിതത്തിലാ ഒരു പ്രശ്നവും വിഷമവും ഒന്നും ഉണ്ടാവാത്ത? അല്ല, പക്ഷെ നിങ്ങളെ പ്രേമിച്ച് വലിയ വിപ്ലവമൊക്കെ ഉണ്ടാക്കിയല്ലേ കല്യാണം കഴിച്ചത്? അതിനിപ്പോ എന്താ? ഞങ്ങൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കണേ? പറച്ചില്ല അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്. എന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഞാൻ ചേച്ചിക്ക് ചായ എടുക്കാം. അയ്യോ, ഇപ്പൊ ചായ ഒന്നും വേണ്ട. അല്ലടി, ഞാൻ ഓർക്കുമായിരുന്നേ, ചിലരൊക്കെ പറഞ്ഞ സത്യമല്ലേ? എന്തോന്നു? ഈ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരെ കല്യാണത്തിന് മുമ്പ് തേനേ പാലെന്നൊക്കെ ആയിരിക്കും. ഭയങ്കര പ്രേമമായിരിക്കും. കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രേമമില്ല, ഒന്നുമില്ല. കണ്ടാ പോലും മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഓരോന്നും. പിന്നെ ആരങ്ങനെ പറഞ്ഞതാരോ ആവട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സന്തോഷത്തോടല്ലേ ജീവിക്കണേ? ഇതാ പറഞ്ഞ നിനക്കൊന്നും അറിയത്തില്ലെന്ന്. ഇത് നിനക്കൊരു കാര്യം അറിയോ? ശരിക്കും കല്യാണത്തിന് ശേഷമാണ് പ്രണയം. ഓ, നമ്മൾ പ്രണയിക്കേണ്ടത് അപ്പോഴാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ രതീഷേട്ടൻ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ തന്ന്? ഞാനാണെങ്കിൽ അങ്ങ് സന്തോഷിച്ച. എനിക്കറിയില്ല എന്താണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഒരു പൂ വാങ്ങിച്ചിരുന്ന വലിയ കാര്യമല്ലേ? സന്തോഷമുള്ള കാര്യമല്ലേ? അല്ലെങ്കിൽ നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിനക്കും മനസ്സിലാവത്തില്ല, നിന്റെ ടോമി സാറിന് മനസ്സിലാവത്തില്ല. അതാ അങ്ങനെ പറയണേ? എന്റെ ഇച്ചാൻ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. പിന്നെ മറ്റുള്ളവർ കാണൊക്കെ ചിലപ്പോ ആ സ്നേഹം കാണിച്ചില്ലാന്നിരിക്കും. എന്നാലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് മേടിച്ചു തരാറുണ്ട്. എന്റെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് സാധിച്ചു തരാൻ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അതാ അങ്ങനെ പറയണേ? പിന്നെ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു 10 രൂപയുടെ പൂവെങ്കിലും നിനക്ക് വാങ്ങിച്ചു തന്നാ? ഒന്നുമില്ലെങ്കിൽ എന്റെ രതീഷേട്ട അതെങ്കിലും എനിക്ക് മേടിച്ചു തന്നില്ലേ? ഓ, എന്നിട്ടാണ് അവള് എന്റെ ടോമിച്ചെ അത് ചെയ്ത് ഇത് ചെയ്ത് തന്നു. ഓ, അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഇച്ചാന്റെ അടുത്ത് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ എനിക്ക് എത്ര വേണമെങ്കിലും ചായ മേടിച്ചോണ്ട് തരും. വാങ്ങിച്ചേരും, പക്ഷെ നീ പറയണ്ടേ? പക്ഷെ പറയാതെ തന്നെ ഓർത്തെടുത്ത് വാങ്ങിച്ചു തരണം. അതാണ് സ്നേഹം. അത് മനസ്സിൽ എന്റെ അടുത്ത് ഒത്തിരി സ്നേഹം. അതെ, ഞാൻ കണ്ടു. എടി, ഈ സ്നേഹം എന്ന് പറയുന്നതേ ഉള്ളി വെക്കാനുള്ളതല്ല, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്.
എന്ത് ചെയ്യേ നിനക്കാനുള്ള യോഗം ഇല്ലാതായി പോയി. ഇത്രയും കാലം ഈ റോസാപ്പൂ കാണുമ്പോൾ മനസ്സിലൊരു സമാധാനമായിരുന്നു. ഇതിപ്പം സാരമില്ലല്ലോ ദേ, നീ വിഷമിക്കണ്ട. നമ്മൾ വിചാരിക്കുന്ന പോലെ ജീവിതത്തിലെല്ലാം നടക്കുവോ? ഇല്ല. കുറച്ചൊക്കെ സഹിച്ച് ക്ഷമിച്ചു നോക്കാം, അങ്ങ് മുന്നോട്ട് പോണം. എത്രയും സമയം സഹിക്കും? ഇച്ചാനൊരു പൂ മേടിച്ചാൽ പോലും ചേട്ടൻ തോന്നിയില്ലല്ലോ എന്റെ അടുത്ത്. അയ്യോ, നിനക്ക് പൂ വേണോ? ഇങ്ങനെ എടുത്തോ. നിന്റെ ഭർത്താവ് വാങ്ങിച്ചതല്ലേ, നീ എന്നെ എടുത്തോ. എനിക്കൊന്നും വേണ്ട. അയ്യോ, പൂവിനൊടിച്ച്. ഓ ഇനി എന്നെ പറഞ്ഞോ? എടി, നീയും ടോമിച്ചാനും കൂടെ പ്രേമിക്കുന്ന കാലത്തെ നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ നമ്മൾ അസൂയോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്, അറിയാമോ? എന്തോന്ന് പ്രേമ? പ്രേമിക്കുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ ഒക്കെ വരുമ്പോ ഒരാഴ്ച മുന്നേ തുടങ്ങും ചോദ്യം, എന്തോ വേണം എന്തോ വേണോ. ഇപ്പൊ മൈൻഡ് പോലും ചെയ്യത്തില്ല. അതെ, ചിലപ്പോ ടോമിച്ചായ മറന്നതാണെങ്കിലോ? മറക്കാനാ? ഇച്ചാനാ? ഈ ധവള വിപ്ലവം ഇല്ലേ, അതെന്നാ നടന്ന ഇച്ചാനെ ചോദിക്കും. ഈ വേലുത്തമ്പി ദളവയില്ലേ, അയാൾ മരിച്ചെന്നാന്ന് ചോദിക്കും. രണ്ടാം ലോക മഹായുദ്ധം എന്നാ നടന്നേന്ന് ചോദിക്കും. അതും കൃത്യമായിട്ട് പറയും. ആദ്യമായിട്ട് ആരാണ് ബഹിരാകാശത്ത് പോയി ചോദിക്കും. അതിന്റെ ഡേറ്റും സമയം അടക്കം പറയും. എന്റെ കാര്യം മാത്രം ഇച്ചാൻ ഒരു കാര്യത്തിൽ ഓർമ്മ ഉണ്ടാവത്തേ ഇല്ല. അത് ശരിയാ. നമ്മൾ പിള്ളേരൊക്കെ അങ്ങനെ എൻസൈക്ലോപീഡിയ എന്നാണ് വിളിക്കുന്നത്. എൻസൈക്ലോപീഡിയ. വാലന്റൈൻസ് ഡേ എന്താന്ന് ചേച്ചി പോയി ചോദിച്ചു നോക്ക്. അതിന്റെ ശാസ്ത്രവും ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ പറഞ്ഞു തരും. പക്ഷെ ആ ദിവസം ഓർമ്മിക്കാനോ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചാലോ മാത്രം ഇച്ചാൻ ഓർമ്മ കാണത്തില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ വിഷമിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. എനിക്ക് നിനക്കൊന്നും പറയിപ്പിക്കണ്ട. എന്നാലും ഇത്രയും പ്രേമിച്ചൊക്കെ നടന്നിട്ടേ ഒരു വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചെന്നില്ലെന്ന് പറയുമ്പോ എന്തോന്ന് പ്രേമം? ചുമ്മാ ചേച്ചി, ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോകണം, അത്ര തന്നെ. അയ്യോ ഇല്ല, നീ അങ്ങനെയൊന്നും പറയില്ലേ. അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ഇതൊന്നും പറയിപ്പിക്കണ്ട. പൊന്നു ചേച്ചി, ഇമാതിരി ഒരു പിശകൻ ഈ ലോകത്തുണ്ടാവില്ല. ഒരു സ്നേഹവും ഇല്ല. കണ്ണു ചോറില്ലാത്ത മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞ ഒരു തത്വശാസ്ത്രം പറഞ്ഞോണ്ട് വരും ഉടനെ. സാർ വന്നു. എന്താണ്? രതീഷേട്ടനെ ഒരു കവർ തരാൻ ഏൽപ്പിച്ചു സാറിന്. ആ, ഞാൻ രതീഷിനോട് പറഞ്ഞത് കേട്ടോ. അത് എൻജിഒ ആഫീസ് കൊടുക്കാനുള്ള. നീ എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. തലവേദന തലവേദന അവിടെ ഒന്നുമില്ല. ഇതൊരു ചുരിദാർ. ചുരിദാറ് ഓ നിനക്ക് വാങ്ങിച്ചത്. നീ കുറേ ദിവസം കൊണ്ട് പറയല്ലേ നിനക്ക് ഒരു ചുരിദാർ വേണോ? ചുമ്മാ ഇത് വന്നിട്ട് 2600. കണ്ടാ എന്റെ ഇച്ചാനില്ലേ 5000 ചുരിദാറിന് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചോണ്ട് വന്നത്. അല്ലാതെ 10 രൂപയുടെ റോസാപ്പൂ അല്ല. ഇച്ചായ എന്താന്നറിയോ, രതീഷ് ചേട്ടനില്ലേ ഐശ്വര്യയുടെ ഭർത്താവ്, വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കണ്ടോട് ഞാൻ റോസാപ്പൂ. അപ്പഴേ ഇച്ചായ പാവൻ എനിക്ക് 5000 ചുരിദാർ. അല്ല, ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണെന്ന് ഇച്ചാൻ അറിയത്തില്ലേ? അതുകൊണ്ടല്ലേ ഇച്ചാൻ എനിക്ക് 5000 ചുരിദാർ മേടിച്ചോണ്ട് വന്നത്. നല്ല റിച്ചായ, പക്ഷെ 5000 കൂടുതൽ ചോദിക്കുന്നുണ്ട് അല്ലേ? കൊള്ളാം. 5000 ചുരിദാർ നല്ലല്ലേ? ഇല്ല ചായ, ഞാൻ ഇപ്പതേ ഐശ്വര്യ അടുത്ത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നേ, ഇതുപോലത്തെ തപ്പുട് മാവെ പോലത്തെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിട്ട് പുണ്യം ചെയ്യണോന്ന്. അല്ലേ ഐശ്വര്യ? ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു ഞാന്. ഐശ്വര്യ വേറെ എന്തോ ചിന്തിച്ചിരുന്നോണ്ട് ശ്രദ്ധിക്കാത്തയാ. ഞാനുണ്ടല്ലോ ഈ വാലന്റൈൻസ് ഡേ ഇച്ചാൻ ഓർത്തിരുന്നിട്ട് ഇച്ചാന്റെ മോളൂട്ടിക്ക് വേണ്ടിട്ട് വാങ്ങിക്കൊണ്ട് വന്ന 5000 ചുരിദാറ് ഒന്ന് ഇട്ട് നോക്കിട്ട് വരട്ടെ. പോവല്ലേ, കാണണ്ടേ? 5000 ചുരിദാറല്ലേ, ഒന്നിട്ടിട്ട് 5000 ചുരിദാറ്. കണക്കാക്കണ്ട. എന്തങ്ങനെ ഒരുമാതിരി മൂടോട്ടായിരിക്കുന്നത്? അല്ല, സാറി ചുരിദാറും കൊണ്ട് വരുന്നതിന് മുമ്പേ അവൾ ഇതൊന്നും ആയിരുന്നില്ല പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ
ഫാഷൻ പരേഡ് തുടങ്ങിയ നല്ല രസമുണ്ട് ചായ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഐശ്വര്യം ഉള്ളപ്പോ തന്നെ ചായ മേടിച്ചിട്ട് വന്നല്ലോ. അവളെ ഭർത്താവൊക്കെ വാങ്ങിക്കൊടുത്ത ഓണക്ക പൂവിനെക്കാളിൽ എന്തോരം വിലയുള്ള ചുരിദാറാ എനിക്ക് ചായ വാങ്ങിച്ചോണ്ടെന്ന്. ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലോ സംഭവിച്ചെന്നെ. വാങ്ങിക്കൊണ്ട് വന്നില്ലേ? പിന്നെന്താ? എന്തായാലും ആ ഐശ്വര്യയുടെ മുമ്പിൽ വെച്ച് നീ എന്നെ കുറിച്ച് അങ്ങ് പൊക്കി പറഞ്ഞത് അതെനിക്ക് സൂചിച്ചേട്ടാ. ഞാൻ പറയുന്നത് സത്യമല്ലേ? എന്റെ ഇച്ഛനെ പോലെ ഭാര്യ ഇത്രയധികം സ്നേഹിക്കുന്ന ലോകത്ത് വേറെ ആരുണ്ട്? ഞാൻ വരുന്നതിന് മുമ്പ് അവളെ കുറിച്ച് അവളുടെ എന്നെ കുറിച്ച് എന്താ പറഞ്ഞേ? ഞാൻ വരുന്നതിന് മുമ്പേ എന്നെ കുറിച്ച് അവളുടെ എന്തൊക്കെ പറഞ്ഞു? ഇത്ര പെട്ടെന്ന് പറഞ്ഞ ഐശ്വര്യ എല്ലാം പറഞ്ഞു. ഇത്ര പെട്ടെന്ന് പറഞ്ഞാ? അപ്പൊ ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റാത്തതൊക്കെ നീ പറഞ്ഞു. വേണ്ട, എനിക്കറിയാം നീ എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കേൾക്കുന്നതാണ്. ഇളിക്കണ്ട മതി. പക്ഷെ ഇത് വാലന്റൈൻസ് ഡേ ആണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് രഹസ്യമായിട്ട് പോയി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് എന്നെ ഞെട്ടിച്ചല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് നീ ഞെട്ടിപ്പോകുന്നത്. ഇത് ഈ ചുരിദാറേ നിനക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ നിനക്ക് വാങ്ങിച്ചോണ്ട് വന്നതല്ല. എനിക്കെന്നെ പിന്നെ ആർക്കാ? ഞാൻ പറയട്ടെ, ഇത് നിനക്ക് വാങ്ങിച്ചത് തന്നെയാണ്. ഒന്ന് അങ്ങനല്ല, ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നറിയാമോ? ഇന്ന് ഓഫീസിൽ കുറച്ച് ബില്ല് മാറി കുറച്ച് പൈസ കിട്ടി. ഈ പിന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റിന്റെ ഈ നമ്മുടെ ഈ ചികിത്സാ ചെലവ് കൊടുത്ത് ബില്ല് കൊടുത്താലേ നമുക്ക് സർക്കാർ. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ കിട്ടിയപ്പോ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഭാര്യയ്ക്ക് ഒരു ചുരിദാർ വാങ്ങിച്ചു കൊടുത്താലോ. ഇന്ന് രാവിലെ എന്തായിരുന്നാലും ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പേരിൽ വഴക്ക് ഇട്ട് ഞാൻ ഒരുപാട് അവളുടെ വഴക്ക് പറഞ്ഞതല്ലേ. രാവിലെ അത് രാവിലെ ബില്ലടക്കാനുള്ള ഡേറ്റ് ഓർമ്മിപ്പിക്കാതെ. ഓഹോ, നീ അത് കാര്യമായിട്ട്. അല്ല, ഈ ബില്ലടക്കേണ്ട ഡേറ്റ് ഞാൻ തന്നെ ഓർമ്മിച്ച് വയ്ക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴത്തെ ടെൻഷൻ നിന്റെ പറഞ്ഞതാ. ഓ എന്റെ അമ്മേ, അപ്പൊ നീ കുറെ കാലം ആയല്ലോ ഒരു ചുരിദാർ വേണമെന്ന് പറയണത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും കയ്യിൽ പൈസ ഉണ്ട്, അപ്പൊ പുതിയൊരു ചുരിദാർ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നതാണ്. അല്ലാതെ ഈ സായിപ്പ് പറയുന്ന ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിന് വേണ്ടി അങ്ങനെ നിനക്ക് വാങ്ങിച്ചോണ്ട് വന്നതല്ല. അറിയാൻ പറഞ്ഞു. അയ്യോ, അതിപ്പോ വാങ്ങിച്ചത് ഇന്ന് ഫെബ്രുവരി 14 ആയതുകൊണ്ട് നിനക്ക് അത്ര താല്പര്യമാണെന്നുണ്ടെങ്കിൽ ആ വാലന്റൈൻസ് ഡേയുടെ അക്കൗണ്ടിലേക്ക് കയറ്റിക്കോ. എന്താണ് പിന്നെ ചുരിദാർ അതാണ് 10 രൂപയുടെ റോസാപ്പ് വേണം വലുത്. കരച്ചിൽ നിർത്താൻ. ഇത് ഞാൻ വാങ്ങിച്ച കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്കും. അപ്പൊ തീരുമല്ല നിന്റെ കരച്ചില്. എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഇത് നിനക്ക് തന്നാലേ നീ ഇടുള്ളൂ, അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ചെറിയോ? ആണോ ചെറിയോ? ഇത് എന്തൊരു കഷ്ടമാണെന്നറിയാമോ? കുറെ ഡേകൾ. അമ്മയെ സ്നേഹിക്കാം മദേഴ്സ് ഡേ, അപ്പനെ സ്നേഹിക്കാം ഫാദേഴ്സ് ഡേ, കൂട്ടുകാരെ സ്നേഹിക്കാം ഫ്രണ്ട്ഷിപ്പ് ഡേ, വാലന്റൈൻസ് ഡേ. ഇതൊക്കെ എന്താണ് വന്നത്? ഇതൊക്കെ പറഞ്ഞതിന് മുമ്പേ ഇവിടെ കേരളത്തിലുള്ള ആളുകൾ അമ്മയെയും അപ്പനെയും കൂട്ടുകാരെയും കാമുകന്മാരെ സ്നേഹിച്ചിട്ടില്ലേ? കഴിഞ്ഞിട്ടില്ലേ? ഇല്ലേ? എന്ത് ആകണേ? എടി, നമുക്ക് ചില ആളുകൾ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഓർമ്മിക്കാൻ വർഷത്തിൽ ഒരു ദിവസമല്ല, അവർ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ മുഴുവൻ ദിവസവും അവരെ നമ്മൾ ഓർമ്മിക്കണം. മനസ്സിലായോ? എന്തൊക്കെ? പക്ഷെ നോക്ക്, അതൊക്കെ ഇജാൻ പറഞ്ഞൊക്കെ കറക്റ്റാണ്. പക്ഷെ നോക്ക്, ഞാൻ സുലിച്ചേച്ചിയുടെ അടുത്തും ഐശ്വര്യയുടെ അടുത്തൊക്കെ പറയുവേ. എന്ത് പറയും? ഈ ഗിഫ്റ്റ് ഇച്ചാ എനിക്ക് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചോണ്ട് വന്നതാണെന്ന്. അങ്ങനെ പറയുമ്പോ എന്തെന്നറിയുമ്പോ അവരുടെ ഭർത്താക്കന്മാരുടെ സമാധാനം പോകും, പിന്നെ കുടുംബത്തിന്റെ സമാധാനം മൊത്തം പോകും.
അത് കാണുമ്പോൾ നിനക്ക് സമാധാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു നിനക്ക് വാലന്റൈൻസ് ഡേക്ക് ഞാൻ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റ് ആണെന്ന് ഒരു പ്രശ്നമില്ല. ഈശോയെ, കേരളത്തിൽ ജീവിക്കുന്ന ഭർത്താക്കന്മാരുടെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേ, വാലന്റൈൻസ് ഡേ. എന്തരടേ ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് എങ്കിലും മേടിച്ചോണ്ട് വരായിരുന്നു കേട്ടോ വാലന്റൈൻസ് ഡേ ആയിട്ട്. ഈ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് ഒരാൾക്കേ ഉള്ളൂ? നിനക്ക് മാത്രമേ ഉള്ളൂ? എനിക്കുണ്ട്, അതാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചാൽ പറഞ്ഞത്. ആ, അപ്പൊ ഭർത്താവായി എനിക്കതില്ലേ? നീ എനിക്ക് എന്ത് വാങ്ങിച്ചു തന്നു? ഇത്രയും നേരം നീ ഭയങ്കരമായിട്ട് വാചകം അടിച്ചല്ല. എനിക്ക് നീ എന്താ വാങ്ങിച്ചു തന്നെ? അയ്യോ, എവിടെ 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 എനിക്കെവിടെ? അതില്ലേ പിന്നില്ലേ, വാക്കാൽ നന്ദിയും പൂച്ചെണ്ടും ഹൃദയം നിറയെ സ്നേഹവും കുറെ ഉമ്മ.